عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ പേരുകളിൽ, അവൻ്റെ നാമങ്ങളിൽ അൽ ഗനി എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 18 ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ അൽ ഗനി എന്ന പേര് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഖുർആനിൽ 18 ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ അൽ ഗനി എന്ന നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനുള്ളതാണ് പരിപൂർണമായ, നിരുപാധികമായ, എല്ലാ നിലക്കുമുള്ള ഗിന. അവൻ ഏറ്റവും ധന്യത ഉള്ളവനാണ്. അവൻ എല്ലാ ഐശ്വര്യവും ഉള്ളവനാണ്. അവൻ ഗനിയാണ്. ഏത് നിലക്ക് നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. അവൻ ഏറ്റവും ധന്യതയുള്ള ഒരാളുടെയും അവൻ്റെ ഒരു സൃഷ്ടിയുടെയും ആവശ്യമില്ലാത്തവനാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അവന് യാതൊരു നിലക്കുള്ള ന്യൂനതകളും കുറവുകളുമില്ല. മറിച്ച് പടപ്പുകളെല്ലാം, സൃഷ്ടികളെല്ലാം അള്ളാഹുവിലേക്ക് ഫഖീറുകളാണ്, അവനിലേക്ക് ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളാണ് അള്ളാഹുലേക്ക് ഫുഖറാ, അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. അവൻ്റെ മുന്നിൽ പരമദരിദ്രരാണ് നിങ്ങളെല്ലാവരും. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് അൽ ഗനി, എല്ലാ ധന്യതയുമുള്ളവൻ. അൽ ഹമീദ്, എല്ലാ നിലക്കും സ്തുതികൾക്ക് അർഹനവനാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ധന്യതയുടെ, അവൻ്റെ ഗിനയുടെ ഭാഗമാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റെതാണെന്നത്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതെന്തോ ഭൂമിയിലുള്ളതെന്തോ അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആകാശ ഭൂമികളിലെ ഖജനാവുകൾ അത് റബ്ബിൻ്റെതാണ്. പടപ്പുകൾക്കാകട്ടെ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും റബ്ബിനെ കൊണ്ട് ആവശ്യമില്ലാത്ത, അള്ളാഹുലേക്ക് അവർ ആവശ്യക്കാരല്ലാത്ത ഒരു നിമിഷ നേരം പോലുമില്ല. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്ക് സാധ്യമല്ല, നമ്മൾ നിലനിൽക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ദുആകളിൽ ഒന്നതാണല്ലോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ചില റിവായത്തുകളിൽ കാണാം തർഫത ഐനിൻ അബദ. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് മുഖേന ഞാനിതാ നിന്നോട് സഹായം തേടുന്നു. അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, അല്ലാഹുവേ എൻ്റെ എല്ലാ കാര്യവും നീ നേരെയാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി, റബ്ബേ നീ എൻ്റെ കാര്യം എന്നെ ഏൽപ്പിച്ചു കളയരുത്. വലാ തകിൽനി, റബ്ബേ നീ എന്നെ ഏൽപ്പിച്ചു കളയരുത്, ഇലാ നഫ്സി, എന്നിലേക്ക്, തർഫത ഐൻ,
ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അബദൻ ഒരിക്കലും. അള്ളാഹു ഒരുവനെ അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവന്റെ കാര്യം അതോടെ നശിച്ചു. അതാണ് ഉറുക്ക് കെട്ടുന്നവരെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടുമെന്നാണ്. അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും. എന്നാൽ റബ്ബ് ഒരുവന്റെ കാവലേറ്റെടുത്താൽ അവന് പിന്നെ മറ്റാരെയും അവൻ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഘിനയുടെ അവൻ്റെ ധന്യതയുടെ ഭാഗമാണ് ആളുകളെല്ലാം അവനെ അനുസരിച്ച് ജീവിക്കുന്നവർ, അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന നന്മകൾ പ്രവർത്തിക്കുന്നവർ, അവരുടെ താഅത്ത്, അവരുടെ ആരാധന, അവരുടെ അനുസരണം, ഇതൊന്നും അള്ളാഹുവിനൊരു ഉപകാരവും ചെയ്യുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു നഫ്ഉം അതുകൊണ്ട് ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അവനെ ധിക്കരിക്കുന്ന തോന്നിവാസികളും കുഫാറുകളും അവരുടെ നിഷേധമോ അവരുടെ പാപങ്ങളോ അള്ളാഹുവിന് യാതൊരു ഉപദ്രവവും ചെയ്യുന്നില്ല. ജനങ്ങളെല്ലാവരും വിശ്വസിച്ചു എന്ന് കരുതുക, എല്ലാവരും മുഅ്മിനുകളാവുക. അങ്ങനെ ഒരു കാര്യം സങ്കല്പിച്ചു നോക്കൂ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ, ഭൂമിയിലുള്ളവരെല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ചവരായനെ. അങ്ങനെ ആയാൽ പോലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്നൊന്നും കൂടാനില്ല, അതിലിനി ഒന്നും കൂടാനില്ല. ജനങ്ങളെല്ലാം നിഷേധികളായി എന്ന് സങ്കല്പിക്കുക, മുസ്ലിമായ ഒരാളും തന്നെ ഇല്ല. എങ്കിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയാനില്ല. അങ്ങനെയുള്ള ഗനിയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. നോക്കൂ, അല്ലാഹു പറഞ്ഞത് വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. വമൻ ശകറ, ആരാണോ ശുക്ർ ചെയ്തത്, അള്ളാഹുവിന് നന്ദി കാണിച്ചത്, ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, അവൻ ശുക്ർ കാണിക്കുന്നത്, നന്ദി കാണിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്. വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ, നിഷേധം കാണിച്ചാൽ, ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, എൻ്റെ റബ്ബ് അവൻ ഗനിയാണ്, അവൻ ഏറ്റവും ധന്യതയുള്ളവനാണ്, ഒരു സൃഷ്ടിയുടെയും ആവശ്യമില്ലാത്തവനാണ്, കരീമാണ്, അവൻ അത്യുദാരനാണ്, അവൻ എല്ലാ ഉദാരതയും അവൻ്റെതാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർദി ജമീഅൻ ഫഇന്ന അല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. ഇൻ തക്ഫുറു അൻതും, നിങ്ങൾ നിഷേധികളായാൽ, വമൻ ഫിൽ അർദി ജമീഅൻ, ഭൂമിയിലുള്ള മുഴുവൻ പേരും കാഫിറുകളായാൽ, ഫഇന്ന അല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അല്ലാഹു ഗനിയാണ്, അവൻ ഹമീദാണ്, അവൻ എല്ലാ ധന്യതയുമുള്ള എല്ലാ സ്തുതികൾക്കും അർഹനായവനാണ്. അതുകൊണ്ടാണ് ഒരാളും അവനെത്ര നന്നായാലും അവനെത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹുവിന് അവനെന്തോ ചെയ്തു കൊടുത്ത ഉപകാരം എന്ന നിലക്ക് പറയാൻ പാടില്ല. അങ്ങനെ ഒരുവൻ പറഞ്ഞാൽ അതവൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ്. അറാബികളായ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വന്ന് അങ്ങനെ ചില വർത്തമാനം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുകയാണ്, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിങ്ങളായി എന്നത് നബിയെ താങ്കളോട് അവരെന്തോ ഒരു മിന്നത്ത്, ഒരനുഗ്രഹം ചൊരിഞ്ഞതുപോലെ അവർ സംസാരിക്കുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, പറയൂ നബിയെ, നിങ്ങൾ എനിക്കെന്തോ അനുഗ്രഹം ചെയ്തു തന്നതുപോലെ നിങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും, മറിച്ച് അള്ളാഹു അവനാണ് നിങ്ങൾക്ക് മിന്നത്ത് ചൊരിഞ്ഞത്, അനുഗ്രഹമേകിയത്. അൻ ഹദാക്കും ലിൽ ഈമാൻ, ഈമാനിലേക്ക് നിങ്ങളെ വഴി നടത്തിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയതാണ്. റബ്ബിൻ്റെ നിഅമത്താണ്, അവന് ആവശ്യമുള്ളത് കൊണ്ടല്ല, അവന് നമ്മെക്കൊണ്ട് യാതൊരു ആവശ്യവുമില്ല, മറിച്ച് അവൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ റഹ്മത്താണ്. നോക്കൂ നിങ്ങൾ, റബ്ബ് അവനെ അനുസരിച്ചവർക്ക് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമേകുന്നു. അവൻ്റെ ആ പ്രതിഫലം ഒരാളുടെ കണ്ണിലും മിന്നിമറഞ്ഞിട്ടില്ലാത്ത, ഒരാളുടെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ആ വലിയ പ്രതിഫലം അവൻ ഖനിയായതുകൊണ്ട് നൽകുന്നതാണ്, അവൻ ഏറ്റവും ധന്യതയുള്ളത് ആയതുകൊണ്ട് നൽകുന്നതാണ്. ആ പ്രതിഫലം നൽകുന്നത് അവരെ കൊണ്ട് അള്ളാഹുവിന് ആവശ്യമുള്ളത് കൊണ്ടാണോ? ഇവരിങ്ങനെയൊക്കെ ചെയ്തു വന്നതല്ലേ, ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇവരെങ്ങാനും തെറ്റിപ്പോയാലോ എന്ന നിലക്കാണോ? സുബ്ഹാനല്ലാഹ്, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. മറിച്ച് അവൻ
പ്രവർത്തിക്കുന്നതെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹിക്മത്ത് കൊണ്ടാണ്. അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അതാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തികൾക്കെല്ലാം പിന്നിൽ അത് കാരണമാണ്. നോക്കൂ നിങ്ങൾ, അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസ്. ഈ ഹദീസ് ഏറെ മഹത്തരമായ ഒരു ഹദീസാണ്. ഈ ഹദീസിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ റാവിമാർ, ഇതിൻ്റെ സനദിലുള്ളവർ ഷാമുകാരാണ് എന്നതാണ്. ഇതിൻ്റെ നിവേദന പരമ്പരയിലുള്ള റാവിമാർ ഷാമുകാരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഷാമുകാർക്ക് അഭിമാനിക്കാൻ ഈ ഒരു ഹദീസ് മതിയത്. അത്രയും ശ്രേഷ്ഠമായ അബൂ ദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. റബ്ബിൻ്റെ ഗനി എന്ന പേര് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഈ ഹദീസിലെ പല ഭാഗങ്ങൾ എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാം. നാം ഓരോരുത്തരും മനസ്സിരുത്തേണ്ട അതിമഹത്തായ ഹദീസാണ്. നമ്മൾ പലരും പലതവണ ചിലപ്പോൾ ഈ ഹദീസ് കേട്ടിട്ടുണ്ടാകാം. എന്നാൽ എത്ര തവണ കേട്ടാലും മതിവരാത്ത അള്ളാഹുവിൻ്റെ മഹത്വം, അവൻ്റെ മഹാത്മ്യം വിളിച്ചോതുന്ന ഹദീസാണിത്. നോക്കൂ നിങ്ങൾ, അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഫീമാ യർവീഹി അർ റബ്ബിഹി അന്നഹു ഖാൽ, അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച ഹദീസാണ്. യാ ഇബാദി, ഈ ഹദീസിൽ ആവർത്തിച്ച് വരുന്ന ഒരു പ്രയോഗമാണെന്ത്? യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ എന്ന റബ്ബിൻ്റെ വിളി. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. ഓ എൻ്റെ അടിമകളെ, ഞാൻ അക്രമം ചെയ്യുക എന്നത് എൻ്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അള്ളാഹു അക്രമം ചെയ്യുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും ഞാൻ അക്രമം പ്രവർത്തിക്കുക എന്നത് ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യരുത്. നോക്കൂ, റബ്ബിന്റെ പ്രവൃത്തി അതിനെ ചോദ്യം ചെയ്യാൻ ആരുണ്ട്? ഒരാളുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ല. വഹും യുസ്അലൂൻ, അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ. പക്ഷെ അങ്ങനെ ആയിരിക്കെ, അവൻ മാലിക്കുൽ മുൽക്കായിരിക്കെ അള്ളാഹു അക്രമം ചെയ്യുകയില്ല. അടിമകൾക്കിടയിൽ അള്ളാഹു അക്രമം ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യരുത്. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ضالٌ, നിങ്ങളെല്ലാം വഴികേടിലാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയവൻ ഒഴികെ, ഞാൻ സന്മാർഗത്തിലാക്കിയവൻ ഒഴികെ നിങ്ങളെല്ലാം ബദാലത്തിലാണ്, വഴികേടിലാണ്. ഫസ്തഹ്ദൂനി, അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഹിദായത്ത് ചോദിക്കൂ. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുക എന്നത് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഒരു ദിവസം നിർബന്ധമായി ചുരുങ്ങിയത് 17 തവണ ഒരു മുസ്ലിം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരത്തിലെ അവിഭാജ്യ ഘടകമാണ് ഫാത്തിഹ എന്നത്. ആരെങ്കിലും ഒരു നിസ്കാരം നിസ്കരിച്ചു, വലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, അവൻ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം ഖിദാജ് ആണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അപൂർണമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ആ ഫാത്തിഹ അതിൽ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതുകൂടാതെ ഹിദായത്ത് ചോദിക്കുന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അലി, നീ ദുആ ചെയ്യുക എന്ത്? അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഹിദായത്ത് ചോദിക്കുന്നു, ഞാൻ നിന്നോട് സദാദ് ചോദിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് രണ്ടും എന്താണെന്ന് അലിക്ക് വിശദീകരിച്ചു കൊടുത്തു. ഹിദായത്ത് ചോദിക്കുമ്പോൾ നീ ഓർക്കുക, ഹിദായതക ഫി ത്വരീഖ്, ഒരു വഴി പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തണം, അവിടേക്കുള്ള യഥാർത്ഥ വഴിയിൽ നീ പ്രവേശിക്കുക, അത് നീ ഓർക്കുക. ഒരു നാട്ടിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആ നാട്ടിലേക്കുള്ള വഴി അതിൽ പ്രവേശിച്ചാലേ ആ നാട്ടിലെത്തുകയുള്ളൂ. നീ ഹിദായത്ത് റബ്ബിനോട് ചോദിക്കുമ്പോൾ ഈ കാര്യം ഓർക്കുക, മനസ്സിലാക്കാൻ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. സദാദ് ചോദിക്കുമ്പോൾ നീ അമ്പെയ്ത്
കൃത്യമായ ലക്ഷ്യത്ത് അത് തറക്കുന്ന രൂപത്തിൽ അമ്പെയ്യുന്ന കാര്യം നീ ഓർക്കുക. അതിൻ്റെ കൃത്യമായ ലക്ഷ്യത്തിൽ അത് പതിക്കുന്ന കാര്യം നീ ഓർക്കുക. ഏത് കാര്യത്തിലും ശരിയായ നിലപാടിലാക്കാൻ അള്ളാഹുവിനോട് ചോദിക്കുക. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയില്ലെങ്കിൽ, അവൻ സദാദ് നൽകിയില്ലെങ്കിൽ ഒരാളും നമ്മെ വഴി കാണിക്കാനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ വലാകിൻ അല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല, പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുന്നു. ചിലരെ കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മെ പേടിപ്പെടുത്തേണ്ട ഖുർആനിലെ ഭാഗമാണത്. നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ട ഒരു വാക്കാണത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, സൂറത്തുൽ മാഇദയിൽ ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. അവരൊരു കൂട്ടരാണ്. എങ്ങനെയുള്ളവരാണ്? ലം യുരിദില്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അൻ യുതഹിറ ഖുലൂബഹും, അവരുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ. വലഇയാദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കൂട്ടരിൽ എങ്ങാനും നമ്മൾ ഉൾപ്പെട്ടാൽ ആരുണ്ട് നമ്മുടെ ഹൃദയം നേരെയാക്കി തരാൻ, അതിൽ സന്മാർഗത്തിന്റെ വെളിച്ചമേകാൻ, അതിന് പരിശുദ്ധിയേകാൻ? റബ്ബല്ലാതെ ആരുമില്ല. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ഇബാദി കുല്ലുക്കും ضالون ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. ഓ എൻ്റെ അടിമകളെ, നിങ്ങൾ എല്ലാവരും വഴികേടിലാണ്, ഞാൻ ഹിദായത്ത് നൽകിയവൻ ഒഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക. അഹ്ദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇംകും. യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ജായ, നിങ്ങളെല്ലാം, നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണമില്ലാത്തവരാണ്, വിശന്നവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവൻ ഒഴികെ. ഫസ്തത്ഇമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ. ഉത്ഇംകും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എത്ര പണക്കാരുണ്ട് മനുഷ്യർക്കിടയിൽ, ആളുകൾക്കിടയിൽ. തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് ഉടമസ്ഥതയിലുള്ള ആളുകളുണ്ട്. അള്ളാഹുവിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാം പട്ടിണിയിലാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവൻ ഒഴികെ. ഫസ്തത്ഇമൂനി ഉത്ഇംകും, അതുകൊണ്ട് എന്നോട് ഭക്ഷണം ചോദിക്കൂ നിങ്ങൾ. ഉത്ഇംകും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമേകാം. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളെല്ലാം വസ്ത്രമില്ലാത്തവരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം ഉടുപ്പിച്ചവൻ ഒഴികെ, ഞാൻ വസ്ത്രം നൽകിയവൻ ഒഴികെ. ഫസ്തക്സൂനി അക്സുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. അള്ളാഹു പറയുകയാണ്, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. ഓ എൻ്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊൻ, നിങ്ങൾ തെറ്റു ചെയ്യുന്നു. ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലിലും, രാപ്പകൽ വ്യത്യാസമില്ലാതെ നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിക്കുന്നു. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാനാകട്ടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരുന്നവനാണ്, അഥവാ തൗബ ചെയ്തവർക്ക്. ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പശ്ചാത്തപിക്കൂ, എന്നോട് പാപമോചനം തേടൂ. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും ലൻ തബ്ലുഗൂ ദുർരി ഫതദുറൂനി വലൻ തബ്ലുഗൂ നഫ്ഇ ഫതൻഫഊനി. എൻ്റെ അടിമകളെ, നിങ്ങൾക്കൊരിക്കലും എന്നെ ഉപദ്രവിക്കുക സാധ്യമല്ല. ഒരു ഉപദ്രവം അള്ളാഹുവിനുണ്ടാക്കുക എന്നത് നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്കൊരിക്കലും എനിക്കൊരു ഉപകാരം ചെയ്തു തരാൻ സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ് ഏതു നിലക്കും. അവനാകട്ടെ നമ്മെ കൊണ്ട് ഒരാവശ്യവുമില്ലാത്തവനാണ്. എന്നിരിക്കണം അവൻ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ നിമിഷവും റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. എന്നിരിക്കണം നമ്മൾ റബ്ബിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കുക സാധ്യമല്ല, നിങ്ങൾക്ക് എനിക്ക് ഉപകാരം ചെയ്യുക സാധ്യമല്ല. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ
എൻ്റെ അടിമകളെ, നിങ്ങളിലെ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ജിന്നും, ഏത് വർഗവും, നിങ്ങളിലെ മനുഷ്യവർഗവും ജിന്നുവർഗവും, ആദ്യത്തെ ആളും അവസാനത്തെ ആളും എല്ലാവരും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദി മിൻകും, നിങ്ങളിലെ ഏറ്റവും തഖ്വയുള്ള ഒരാളുടെ ഹൃദയം എങ്ങനെയാണോ അതുപോലെ ഹൃദയമുള്ളവരായി നിങ്ങൾ എല്ലാവരും. എങ്കിലും മാ സാദ ദാലിക ഫി മുൽക്കി ഷൈഅ, എൻ്റെ മുൽക്കിൽ, എൻ്റെ അധികാരത്തിൽ അതുകൊണ്ട് ഒന്നും കൂടുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും ആരെ പോലെയായി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെയുള്ള ഹൃദയമുള്ളവരായി. അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒന്നും കൂടാനില്ല. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും ഇൻസും ഏറ്റവും വൃത്തികെട്ട ഒരുവന്റെ ഹൃദയം എങ്ങനെയാണോ ആ ഹൃദയം പോലുള്ള ഹൃദയമുള്ളവരായി എൻ്റെ മുൽക്കിൽ നിന്നൊന്നും കുറയുകയില്ല. ആലോചിച്ച് നോക്കൂ, എല്ലാവരും ഇബ്ലീസിനെ പോലെയായി, അവന്റെ ഹൃദയം പോലെ ഹൃദയമുള്ളവരായി. അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയാനില്ല. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ജിന്നും എല്ലാവരും ഖാമു ഫി സഈദിൻ വാഹിദ്, ഒരൊറ്റ മുറ്റത്ത് ഒരുമിച്ച് ചേർന്നാലും, ഒരൊറ്റ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി, ഫസഅലൂനി, എന്നിട്ട് എന്നോട് ചോദിച്ചു, ഫഅഅതൈതു, എന്നിട്ട് ഞാൻ നൽകി, കുല്ല വാഹിദിൻ മസ്അലതഹ, ഓരോരുത്തരും അവൻ ചോദിച്ചതെല്ലാം. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത് എല്ലാവരും ഒരുമിച്ച് കൂടി, ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, മനുഷ്യരും ജിന്നുകളും ഒരൊറ്റ സ്ഥലത്ത്, എന്നിട്ട് ഒരുമിച്ച് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വേണ്ടതെല്ലാം. അള്ളാഹു പറയുന്നു, എന്നിട്ട് ചോദിച്ചവർക്കെല്ലാം ചോദിച്ചതെല്ലാം ഞാൻ നൽകിയാലും മാ നഖസ ദാലിക മിമ്മ ഇൻദി, എൻ്റെ പക്കൽ നിന്ന് അത് കുറച്ച് കളയുകയില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരു കടലിൽ ഒരു സൂചി പ്രവേശിപ്പിച്ച് സൂചി മുക്കി പുറത്തെടുത്താൽ കടലിൽ നിന്ന് സൂചി എന്താണ് കുറച്ച് കളഞ്ഞത് അതല്ലാതെ. യാ സുബ്ഹാനല്ലാഹ്, എന്തു കുറയും? ഒന്നും കുറയുകയില്ല. സമുദ്രത്തിൽ ഒരു സൂചി മുക്കിയെടുത്താൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല, ഒന്നും കുറയാനില്ല. അള്ളാഹുവിൻ്റെ ഗിന, അവൻ്റെ ധന്യതയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എത്തുംപിടിയും കിട്ടുകയില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അങ്ങനെയാണ്, ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സഹാഉൽ ലൈല വന്നഹാർ, രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അവൻ. യദുല്ലാഹി മൽആ, അവന്റെ കൈ നിറഞ്ഞ കൈയാണ്. ലാ തഗീദുഹാ നഫഖ, കൊടുത്തത് കൊണ്ട് കുറഞ്ഞു പോകാത്ത കൈ. അതുകൊണ്ട് അവൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അവൻ എത്രയാണ് കൊടുത്തതെന്ന് കണ്ടില്ലേ നിങ്ങൾ? ഒന്നും കുറഞ്ഞു പോയിട്ടില്ല. അള്ളാഹു പറയുകയാണ്, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് മാത്രമാണ്. ഉഹ്സിഹാ ലക്കും, അത് പൂർണ്ണമായി ക്ലിപ്തപ്പെടുത്തി നാം വെക്കുന്നതാണ്, അതിൻ്റെ കണക്കെടുക്കുന്നതാണ്. സുമ്മ ഉവഫീകും ഇയ്യാഹ, പരിപൂർണമായി അതിൻ്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലം ഒന്ന് മാത്രം, നിങ്ങളുടെ അമലൊന്നു മാത്രമാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രം. അതിൻ്റെ കണക്ക് നാം എടുക്കും, പരിപൂർണമായി നിങ്ങൾക്ക് നൽകും. ഫമൻ വജദ ഖൈറൻ ഫലിഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക് ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. അതാണ് ഈ ഹദീസിന്റെ അവസാനം. എന്നിട്ട് അല്ലാഹു ആ പ്രതിഫലം നൽകിയാൽ ആരാണോ നല്ലത് കണ്ടത്, ആർക്കാണോ നന്മ കിട്ടിയത്, നല്ല പ്രതിഫലം കിട്ടിയത്, ഫലിഹ്മദില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ അവൻ. വമൻ വജദ ഗൈറ ദാലിക്, അതല്ലാത്ത മറ്റു വല്ലതുമാണ് ഒരുവന് കിട്ടിയതെങ്കിൽ, നല്ലതല്ല കിട്ടിയത്, അവന് മോശമായതാണ് പ്രതിഫലമായി ലഭിച്ചതെങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, സ്വന്തത്തെ അല്ലാതെ മറ്റാരെയും അവൻ കുറ്റം പറയേണ്ടതില്ല. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ, എത്ര മഹത്തരമായ ഹദീസാണിത്. അള്ളാഹുവിൻ്റെ ഗിന, അവൻ്റെ ധന്യത ബോധ്യപ്പെടുത്തുന്ന ഹദീസുകളിൽ ഒന്നാണിത്. ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ-അർബഊനിൽ കേവലം 42 ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ജാമിആയ, അർത്ഥസമ്പുഷ്ടമായ ഹദീസുകൾ ക്രോഡീകരിച്ച ആ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണിത്. ആ ഹദീസുകളുടെ പ്രത്യേകത അതെല്ലാം ജവാമിആയ ഹദീസുകളാണ്. ഇതാണ് ജവാമി എന്ന് പറഞ്ഞാൽ ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന ഹദീസുകൾ. ഒരുപാട് ഹദീസുകളുടെ അർത്ഥം, ഒരുപാട് ദീനിലെ വിധിവിലക്കുകൾ പറയപ്പെട്ടിട്ടുള്ള ചില ഹദീസുകളുണ്ട്. അങ്ങനെയുള്ളത് മാത്രം ക്രോഡീകരിച്ച
ഈ ഗ്രന്ഥത്തിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകളിൽ ഒന്നാണിത്. നോക്കൂ, അവൻ ധന്യനാണ് എന്നതുകൊണ്ട് ആരെങ്കിലും തൻ്റെ സൽക്കർമ്മങ്ങൾ കുറച്ചു കളഞ്ഞാൽ അതിൻ്റെ ദുഷ്ഫലം അവന് മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, ആരെങ്കിലും റബ്ബ് പറഞ്ഞെടുത്ത് കൊടുക്കാതെ പിശുക്കിയാൽ അവൻ പിശുക്കുന്നത് അവൻ്റെ കാര്യത്തിൽ തന്നെയാണ്, സ്വന്തത്തിന് തന്നെയാണ് അവൻ കൊടുക്കാതിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ സമ്പത്ത് എൻ്റെ സമ്പത്ത്. വമാ മാലുക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത് ഔ ലബിസ്ത ഫഅബ്ലൈത് ഔ തസദ്ദഖ്ത ഫഅംദൈത്. നിന്റെ പണം എന്നാൽ നീ തിന്നു തീർത്തതോ, നീ ഉടുത്ത് ദ്രവിച്ചു പോയതോ, നീ കൊടുത്തു തീർത്തതോ അല്ലാതെ മറ്റെന്താണ്? അതാണ് നമ്മുടേതെന്ന് പറയാൻ സാധിക്കുക. പൂഴ്ത്തിവെച്ചത് നമ്മുടേതല്ല, അത് അനന്തരാവകാശി അനുഭവിക്കാനുള്ളതാണ്. അത് നമുക്ക് അനുഭവിക്കുക സാധ്യമല്ല. വമമാലുക്ക്, നിന്റെ സമ്പത്ത് നീ തിന്നു തീർത്തതാണ്. ഔ ലബിസ്ത ഫഅബ്ലൈത്, അല്ലെങ്കിൽ നീ വസ്ത്രം വാങ്ങി അത് ഉടുത്ത് ദ്രവിച്ചു പോയി. ഔ തസദ്ദഖ്ത, അല്ലെങ്കിൽ നീ സദഖ കൊടുത്തു. ഫഅംദൈത്, അങ്ങനെ നീ അത് ചെലവഴിച്ചു. അതല്ലാതെ മറ്റെന്താണ് നിന്റേത്? അള്ളാഹു പറയുകയാണ്, വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, ആരെങ്കിലും പിശുക്കുകയാണെങ്കിൽ അവനവന്റെ കാര്യത്തിലാണ് പിശുക്കുന്നത്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ, അള്ളാഹു ഗനിയാണ്, അവൻ ഏറ്റവും ധന്യതയുള്ളവനാണ്. വഅൻതുമുൽ ഫുഖറാ, നിങ്ങളാണ് ദരിദ്രർ, ആവശ്യക്കാർ. വഇൻ തതവല്ലൗ, നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകൂനു അംസാലക്കും, നിങ്ങൾക്ക് പകരം വേറൊരു ജനതയെ അവൻ കൊണ്ടുവരും, അവർ നിങ്ങളെപ്പോലെ ആവുകയില്ല. നോക്കൂ, ജനങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കി വേറെ ഒരു കൂട്ടരെ കൊണ്ടുവരാൻ അള്ളാഹുവിന് യാതൊരു തടസ്സവുമില്ല, വളരെ എളുപ്പമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങളെ അള്ളാഹു തുടച്ചു നീക്കിയിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന്റെ അനന്തര ആ നബിയുടെ സന്താന പരമ്പര മാത്രമാണ് പിന്നീട് നിലനിന്നത്. അതുകൊണ്ട് നോക്കൂ, ഒരാളും കൊടുക്കുമ്പോൾ മോശമായത് കൊടുക്കരുത് എന്നാണ്. കാരണം അവൻ ഗനിയായ റബ്ബിന്റെ പ്രതിഫലം ലഭിക്കാനാണ് കൊടുക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിൻ തയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ തയ്യിബായത്, വിശിഷ്ടമായത്. ഉറൂദു തിജാറ അഥവാ കച്ചവട വസ്തുക്കളിലെ സകാത്ത് ഉണ്ട് എന്നതിന് അലിമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ തെളിവ് പിടിച്ച ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ തയ്യിബായത്, വിശിഷ്ടമായത് നിങ്ങൾ ചെലവഴിക്കുക. വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് മുളപ്പിച്ചു നൽകിയതിൽ നിന്നും. വലാ തയമ്മമുൽ ഖബീസ മിൻഹു, അതിൽ മോശമായത്, നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഖബീസായത് അതിലേക്ക് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി തിരിയരുത്, അതെടുത്ത് കൊടുക്കാൻ ചെല്ലരുത്. തുംഫിഖൂന, അത് ചെലവഴിക്കാൻ. വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിദു ഫീഹി, നിങ്ങളത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുകയില്ല, കണ്ണടച്ചിട്ടല്ല. കണ്ണും തുറന്നൊരുവൻ അത് എടുക്കാൻ കഴിയില്ല. അങ്ങനെ നിലവാരമില്ലാത്തത് നിങ്ങൾ കൊടുക്കരുത്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, നിങ്ങൾ അറിയുക അള്ളാഹു ഗനിയും ഹമീദുമാണ്. അവൻ ഗനിയാണ്, അവൻ ഏറ്റവും ധന്യതയുള്ളവനാണ്, എല്ലാ സ്തുതികൾക്കും അർഹനാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒരാളുടെ കയ്യിൽ ഒരാൾക്ക് മൂല്യമേറിയത്, വില കൂടിയത് കൊടുക്കാൻ പിശാച് മടി തോന്നിക്കുകയാണ്. അപ്പോൾ അയാൾ കുറെ കൊടുക്കാൻ അയാൾക്ക് മനസ്സ് വരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? അയാൾ കുറച്ചെങ്കിലും കൊടുക്കണമെന്നാണ്. അള്ളാഹു നല്ല നിയത്തോടെ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അതും സ്വീകരിക്കും. മനസ്സിലായില്ലേ? കുറഞ്ഞ സമ്പത്ത് ഒരാൾ കൊടുക്കരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ കരുതിക്കൂട്ടി മോശമായത് ഒരാൾ ചെലവഴിക്കുക എന്നത് പാടില്ലാത്തതാണ്. അള്ളാഹു ഗനിയാണ്, അവൻ ഏറ്റവും ധന്യതയുള്ളവനാണ് എന്നതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവന് യോജിക്കാത്തത് പറയരുത്. ഖാലു ഇത്തഖദല്ലാഹു വലദ സുബ്ഹാനഹു ഹുവൽ ഗനി, അവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിച്ചിരിക്കുന്നു. റബ്ബ് മറുപടി പറഞ്ഞ എന്താണ്? സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. ഹുവൽ ഗനി, അവൻ ഏറ്റവും ധന്യതയുള്ളവനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അവൻ്റെതാണ്. അവൻ ഗനിയാണ് എന്നതുകൊണ്ട് അവന് പങ്കാളി ഉണ്ടാവുക എന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. അവനെ പോലെയുള്ളവരുണ്ടാവുക ഒരിക്കലുമില്ല. കാരണം എങ്ങനെയാണ് വെറും തുറാബിനെ റബ്ബുൽ അർബാബിനോട് തുലനം ചെയ്യാൻ നമുക്ക് സാധിക്കുക? അവന്റെ സൃഷ്ടികളും അവനും തമ്മിൽ എന്ത് താരതമ്യമാണുള്ളത്? ഒരു താരതമ്യവുമില്ല. ദുർബലരായ
ഇന്നലെ വരെ ജീവനില്ലാതിരുന്ന, നാളെ മരിച്ചു പോകുന്ന, ഒന്നിനും സാധിക്കാത്ത ഈ ദുർബലരായ പടപ്പുകളെ അള്ളാഹുവിനോട് തുലനപ്പെടുത്തുക എന്നതാണ് ഷിർക്ക്. അതുകൊണ്ടാണ് ഷിർക്ക് ഏറ്റവും വൃത്തികെട്ടതായത്, ഏറ്റവും വലിയ തിന്മയായത്, കാരണം ഏറ്റവും വലിയ അക്രമമായത്. ഈ ദുർബലരായ, കഴിവുകെട്ട, നിസാരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ എല്ലാ പൂർണ്ണതയുമുള്ള, എല്ലാ ശക്തിയുമുള്ള, ഏറ്റവും വലിയവനായ, എല്ലാത്തിനും കഴിവുള്ള റബ്ബിനോട് തുലനപ്പെടുത്തുക എന്നത് ഏറ്റവും വലിയ അക്രമമാണ്. അത് ഗനിയായ റബ്ബിന് യോജിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഉലുൽ അസ്മിൽപ്പെട്ട ഈസ അലൈഹിസ്സലാമിനെയും റബ്ബ് വലിയ പ്രത്യേകത നൽകിയ ലോക സ്ത്രീകളിൽ അള്ളാഹു തിരഞ്ഞെടുത്ത മറിയമിനെയും ഇലാഹാക്കിയവർക്ക് അള്ളാഹു മറുപടി പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, അള്ളാഹുവാണ് മസീഹ് ഇബ്നു മറിയം എന്ന് പറഞ്ഞവർ കാഫിറുകളായിരിക്കുന്നു. അള്ളാഹു മസീഹ് ഇബ്നു മറിയമാണ്, ഈസാ നബി അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു, അവിശ്വസിച്ചിരിക്കുന്നു. എന്താണ് അള്ളാഹു അതിന് മറുപടി പറഞ്ഞത്? ഖാല ഖുൽ ഫമൻ യംലികു മിനല്ലാഹി ഷൈഅൻ, അള്ളാഹുവിങ്കിൽ നിന്ന് വല്ലതും ഉടമപ്പെടുത്താൻ ആരുണ്ട്? ഇൻ അറാദ അൻ യുഹ്ലികൽ മസീഹ ഇബ്നു മറിയം വഉമ്മഹു വമൻ ഫിൽ അർദി ജമീഅ, ഈസയെയും ഈസാ നബിയുടെ ഉമ്മയെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആരുണ്ട് അള്ളാഹുവിൽ നിന്ന് വല്ലതും ഉടമപ്പെടുത്താൻ? വലഹു വലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ യഖ്ലുഖു മാ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളുടെ മുൽക്ക്, അതിൻ്റെ അധികാരം, അതിനിടയിലുള്ളതിൻ്റെ അധികാരം അള്ളാഹുവിനാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അവൻ്റെ പേരാണ് ഗനി. അതുകൊണ്ട് നോക്കൂ, ആകാശഭൂമികളിലെ ഖജനാവുകൾ അള്ളാഹുവിൻ്റെതാണ്. അവൻ ഗനിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവനോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം അവൻ്റെ കയ്യിലുള്ളത് തീർന്നു പോവുകയില്ല. അവൻ്റെ ഗിനയുടെ, അവൻ്റെ ധന്യതയുടെ ഭാഗമാണെന്ത്? അവൻ നമ്മോട് ചോദിക്കാൻ, എന്നോട് ചോദിക്കൂ എന്ന് അള്ളാഹു പറഞ്ഞത്. റബ്ബ് പറഞ്ഞ എന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കൂ, ദുഊനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്താണ് രാത്രിയുടെ അവസാന സമയത്ത് ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അള്ളാഹു പറയുക? മൻ യദ്ഊനി ഫഅസ്തജിബ ലഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു വമൻ യസ്അലുനി ഫഅഉതിയഹു. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അതുപോലെ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച ഒരു മനസ്സിനും സങ്കല്പിക്കാൻ സാധിക്കാത്ത സുഖങ്ങൾ അവൻ ഖനിയായതുകൊണ്ടാണ് അത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവൻ ഒരു സൃഷ്ടിയുടേതും ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് അവൻ അത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവൻ ഏറ്റവും ധന്യനായതുകൊണ്ടാണ്. ഇതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഒരുവൻ തൻ്റെ റബ്ബിനെ അറിഞ്ഞാൽ, റബ്ബിൻ്റെ ഖിന എന്ന ഈ വിശേഷണം ഒരുവന് മനസ്സിലായാൽ അവന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ചില സലഫുകൾ, മുൻഗാമികൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ആളുകൾ പൊതുവെ സൃഷ്ടികൾ വഴി ആണ് അള്ളാഹുവിനെ എനിക്ക് മനസ്സിലായത്. അഥവാ സൃഷ്ടികൾ അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട്, ശരിയാണ്. അള്ളാഹുവിൻ്റെ കഴിവ്, സൃഷ്ടികളെക്കുറിച്ച് ചിന്തിച്ചാൽ അതിലെ വൈഭവം, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തതയും അതിലെ അത്ഭുതവും ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വം ബോധ്യപ്പെടും. എന്നാൽ ചില സലഫുകൾ പറഞ്ഞത് കാണാം, അള്ളാഹുവിനെ കൊണ്ടാണ് എനിക്ക് മുഴുവൻ സൃഷ്ടികളെയും മനസ്സിലായത്. റബ്ബിനെ കൊണ്ട്, അഥവാ അള്ളാഹുവിനെ അറിഞ്ഞാൽ, അള്ളാഹുവാണ് എല്ലാത്തിനെ കുറിച്ച് അറിവും നമുക്ക് നൽകുന്നത്. റബ്ബിനെ ഒരുവന് മനസ്സിലായാൽ അവന് തന്നെ മനസ്സിലാവും. അള്ളാഹു ഖനിയാണോ, അവൻ ഖനിയായേ തീരൂ, കാരണം അവൻ ഖാലിഖാണ്, അവൻ സൃഷ്ടാവാണ്. അതുപോലെ സൃഷ്ടിയുടെ പ്രത്യേകതയാണെന്ത്? സൃഷ്ടി ഫഖീറായേ പറ്റൂ എന്നത്. സൃഷ്ടി ഒരിക്കലും ഖനിയാവുകയില്ല, യഥാർത്ഥ ധന്യത അവന് ലഭിക്കുകയില്ല. അവൻ ഫഖീറാണ്, അള്ളാഹുലേക്ക് അവൻ ആവശ്യക്കാരാണ്. അള്ളാഹുവാണ് അവന് ഖിന നൽകുക. വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ, അള്ളാഹുവാണ് ഖിന നൽകുന്നവൻ, സമ്പത്ത് നൽകുന്നവൻ. വഅഖ്നാ, അഖ്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം അള്ളാഹുവാണ് നിനക്ക് സമ്പത്ത് നൽകുന്നത്, എന്നിട്ട് അതിൽ തൃപ്തി നൽകുന്നത്. മറ്റൊരർത്ഥം അള്ളാഹുവാണ് നിനക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതും അത് നിന്റെ ഉടമസ്ഥതയിലാക്കി തരുന്നതും, അതും അള്ളാഹുവാണ്. രണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നബിമാർ തങ്ങളുടെ ഈ അള്ളാഹുലേക്കുള്ള ആവശ്യം, തങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഈ ഇല്ലായ്മ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്.
മൂസ അലൈഹിസ്സലാം അവിടുന്ന് മിസ്റിൽ നിന്ന് മദിയനിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ആളുകളെ ഫിറഔനിൻ്റെ പ്രമാണിമാർ മൂസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് ഒരാൾ പട്ടണത്തിൻ്റെ അങ്ങേ ഭാഗത്ത് നിന്ന് ഓടി വന്ന് പറഞ്ഞു കൊടുത്തു. മൂസ അലൈഹിസ്സലാം പേടിച്ച് മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്നിട്ട് മദിയനിലേക്ക് എത്തി. മദിയൻ എന്ന നാട്ടിൽ എത്തി. അവിടെ ചെല്ലുമ്പോൾ വലമ്മ വറദ മാഅ മദിയൻ, മദിയനിലെ ആളുകൾ വെള്ളമെടുക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ വജദ അലൈഹി ഉമ്മത്തൻ മിനൻ നാസ് യസ്ഖൂൻ, ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അവിടെ വെള്ളമെടുക്കുകയാണ്, അവരുടെ കാലുകൾക്ക് വേണ്ടി വെള്ളമെടുക്കുകയാണ്. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ, രണ്ട് സ്ത്രീകൾ മാറി നിൽക്കുകയാണ്. ഈ ആട്ടിടയന്മാരുടെ കൂടെ വെള്ളമെടുക്കാൻ പോകാതെ, ആണും പെണ്ണും കൂടിക്കലരാതെ അവർ മാറി നിൽക്കുകയാണ്. മൂസ അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, ഖാല മാ ഖത്ബുകുമാ, എന്താണ് നിങ്ങളുടെ വിവരം, നിങ്ങൾ എന്താണ് മാറി നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഖാലതാ ലാ നുസ്ഖി ഹത്താ യുസ്ദിറ അദ്ദിആ, രണ്ട് പെൺകുട്ടികൾ, സ്ത്രീകൾ പറഞ്ഞു, ഈ ആട്ടിടയന്മാർ പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ കഴിയില്ല. വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ പിതാവാകട്ടെ പ്രായമേറിയ ഒരാളാണ്, അദ്ദേഹത്തിന് ഈ ജോലി എടുക്കാൻ സാധിക്കുകയുമില്ല. ഫസഖാ ലഹുമാ, മൂസ അലൈഹിസ്സലാം ആ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വെള്ളം എടുത്തു കൊടുത്തു. സുമ്മ തവല്ല ഇല ദിൽ, എന്നിട്ടൊരു മരത്തണലിലേക്ക് മാറിയിരുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ പടപ്പുകളിൽ ഒരാൾ. അന്ന് ഭൂമിയിൽ മൂസ അലൈഹിസ്സലാമിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആരുണ്ട്? ആരുമില്ല. മൂസ അലൈഹിസ്സലാം ഭക്ഷണമില്ല, വയറൊട്ടിയിട്ടുണ്ട്, ഒരു താമസിക്കാൻ ഇടമില്ല, ഭയപ്പാടിലാണ്. ആ അവസ്ഥയിൽ ഒരു മരത്തണലിൽ ചാരിയിരുന്ന് റബ്ബിനോട് തേടുകയാണ്. ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. ഓ എൻ്റെ റബ്ബേ, ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബേ നീ ഏതൊരു ഖൈർ എനിക്ക് ഇറക്കി തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാണ്. റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവർ ഇതുപോലെ എന്തെങ്കിലും ഉപകാരം ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുത്ത് ഈ ദുആ മൂസ അലൈഹിസ്സലാമിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്താൽ അള്ളാഹു തുറവി നൽകും എന്നാണ്. നോക്കൂ നിങ്ങൾ, അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് എന്താണ്? ഫജാഅതു ഇഹ്ദാഹുമ, ഫ ആണ് അവിടെ പ്രയോഗിച്ചത്. ഉടനടി സംഭവിച്ചൊരു കാര്യത്തെ കുറിക്കാനാണ് പൊതുവേ ഫ ഉപയോഗിക്കുക. ഫജാഅതു ഇഹ്ദാഹുമ, നേരത്തെ വെള്ളം എടുത്തു കൊടുത്ത രണ്ട് സ്ത്രീകളിൽ ഒരാൾ വരികയാണ്. തംഷി, നടന്നുകൊണ്ട്, അലസ്തിഹ്യാഇൻ, ലജ്ജയോടെ നടന്നുകൊണ്ട് വന്നിട്ട് മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്ന അബി യദ്ഉക, എൻ്റെ ഉപ്പങ്ങളെ വിളിക്കുന്നു, ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം എടുത്തു തന്നതിന് പ്രതിഫലം നൽകാൻ. ആ വാക്കിൽ ഒരു റീബത്തും അവശേഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് വരും എന്നിങ്ങനെ ഒരു പെണ്ണ് ആണിനോട് പറഞ്ഞാൽ തോന്നാൻ സാധ്യതയുള്ള ഒരു അവ്യക്തതക്കും പഴുത് നൽകാതെ കാര്യം മുഴുവനായി പറയുകയാണ്. ഇന്ന അബി യദൂക, എൻ്റെ ഉപ്പങ്ങളെ വിളിക്കുന്നു, ലിയജ്സിയ, എന്തിനാണ് കാര്യവും പറഞ്ഞു, ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വെള്ളം എടുത്തു തന്നതിന് പ്രതിഫലം നൽകാൻ. ഫലമ്മ ജാഅഹു, അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു, വഖസ്സ അലൈഹിൽ ഖസസ്, തനിക്കുണ്ടായ തൻ്റെ കഥ മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നജൗത മിനൽ ഖൗമി ദ്ദാലിമീൻ, ആക്രമികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടിൽ അവർക്ക് ഫിറഔനും കൂട്ടർക്ക് അധികാരമില്ല. ഖാലത് ഇഹ്ദാഹുമ, ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ ഉപ്പയോട് പറയുകയാണ്, യാ അബതി ഇസ്തഅജിർഹു, ഇദ്ദേഹത്തെ നിങ്ങൾ അജീറായി വെക്കുക, അഥവാ കൂലിക്കായി നിയമിക്കുക. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ, നിങ്ങൾ ഒരു ജോലിക്ക് വെക്കുന്നതിൽ ഏറ്റവും നല്ല ആൾ ഖവിയും അമീനുമായ ആളാണ്. അഥവാ ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കാൻ അയാൾക്ക് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കണം എന്നാണ്. ഒന്ന് ഖുവ്വ, മറ്റൊന്ന് അമാന. ഇതിന് വിപരീതമാണ് അൽ അജ്സ് വൽ ഖിയാന. ഖുവ്വത്തും അമാനത്തും ഉണ്ടെങ്കിലേ ഒരാളെ ഒരു പണി ഏൽപ്പിക്കാൻ പറ്റൂ എന്നാണ്. ഖുവ്വത്ത് എന്നാൽ ശക്തി, അഥവാ ആ പണി എടുക്കാൻ അയാൾക്ക് കഴിവുണ്ടായിരിക്കണം. രണ്ടാമത്തേത് അമാനത്ത്, അയാൾ വിശ്വസ്തനായിരിക്കണം. ഏതെങ്കിലും ഒരു ഷർത്ത് ഇല്ലെങ്കിൽ ആ പണിക്ക് പറ്റൂല. ചിലപ്പോൾ ആൾ നല്ല വിശ്വസ്തനായിരിക്കും, പക്ഷെ ആ പണി അറിയണ്ടാവില്ല, അയാളെ ജോലിക്ക് പറ്റൂല. ചിലപ്പോൾ ആൾ നന്നായി പണിയെടുക്കും, പക്ഷെ ആളെ വിശ്വസിക്കാൻ കൊള്ളൂല, അയാളെ ആ ജോലിക്ക് പറ്റൂല.
ഖുവ്വത്തും അമാനത്തും. അതിന്റെ വിപരീതമാണ് അജ്സും ഖിയാനത്തും. അജ്സ് എന്നാൽ കഴിവുകേട്, ഖിയാനത്ത് എന്നാൽ വഞ്ചന. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന വേളയിൽ ഷൂറയിൽ തനിക്ക് ശേഷമുള്ള ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള 6 അംഗ ഷൂറയിൽ സഅദുമുണ്ട്. ഈ 6 പേരിൽ ആരെങ്കിലും ആയിരിക്കണം ഖലീഫ. അപ്പൊ സഅദിനെ മുൻപ് കൂഫയിൽ നിന്ന്, ഇറാഖിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് പിൻവലിച്ചതാണ്, അവിടുത്തെ അമീറാക്കി പിൻവലിച്ചതാണ്. അതിന് കാരണം സഅദ് ആയിരുന്നില്ല, ആ നാട്ടുകാരായിരുന്നു. അവരുടെ ദ്രോഹം കൊണ്ട് സഅദിനെ അവർ ദ്രോഹിക്കണ്ട എന്ന് വിചാരിച്ച ഉമർ പിൻവലിച്ചതാണ്. അപ്പൊ ഇതെങ്ങാനും ആളുകൾ പിന്നീട് പറഞ്ഞേക്കുമോ എന്ന് ഉമർ പേടിച്ചു. ഈ 6 അംഗ സംഘത്തെ നിയമിക്കുമ്പോൾ ഉമർ പറഞ്ഞു, സഅദിനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഫദാക്, സഅദ് തന്നെ. ഫഇന്നി ലം അഅ്സിൽഹു അൻ അജ്സിൻ വലാ ഖിയാന. കാരണം സഅദിനെ ഞാൻ നേരത്തെ ഇറാഖിൽ നിന്ന് പിൻവലിച്ചത് അജ്സോ ഖിയാനത്തോ കൊണ്ടോ അല്ല. ഈ 2 ഞാൻ പാടില്ല എന്ന് പറഞ്ഞ 2 ഗുണങ്ങളാണ് പറയുന്നത്. ഖുവ്വത്തിന്റെ അമാനത്തിന്റെ വിപരീതം. കഴിവുകേട് കൊണ്ടോ വഞ്ചന കൊണ്ടോ അല്ല ഞാൻ സഅദിനെ പിൻവലിച്ചത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ 2 ഗുണങ്ങളുണ്ട്. കാരണം മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ വരുന്ന വേളയിൽ, കൂട്ടി വരുന്ന വേളയിൽ ആ സ്ത്രീക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ അമാനത്ത്. തഫ്സീറുകളിൽ കാണാം, അദ്ദേഹം അവരെ ഒരിക്കലും നോക്കിയതുപോലുമില്ല, മറിച്ച് അവരുടെ മുന്നിൽ നടക്കുകയും വഴി പിന്നിൽ നിന്ന് സൂചിപ്പിച്ചു തന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു എന്നാണ്. അതുപോലെ പല ആളുകളും കൂടിയിട്ടാണ് അവിടെ വെള്ളമെടുക്കാനുള്ള കല്ല് നീക്കിയിരുന്നത്. മൂസ അലൈഹിസ്സലാം അത് ഒറ്റക്കെടുത്ത് നീക്കിയെന്നാണ്. ഈ 2 വിശേഷണങ്ങൾ, പണിക്കുള്ള ശക്തിയും അതുപോലെ അമാനത്തും അവർക്ക് ബോധ്യപ്പെട്ടു. ആ 2 സ്ത്രീകളുടെ പിതാവ് മൂസ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജ്. 8 വർഷം എനിക്ക് വേണ്ടി ആട്ടിനെ മേയ്ക്കണം എന്ന കരാറിൽ എൻ്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. നിങ്ങൾ 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. വമാ ഉരീദു അൻ അശുഖ അലൈക്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മൂസ അലൈഹിസ്സലാം ആ കരാറിൽ അദ്ദേഹത്തിന്റെ ഒരു മകളെ വിവാഹം ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ആരോരുമില്ലാതെ പട്ടിണിയായി ആ നാട്ടിലെത്തിയ മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയത്, വിശപ്പടക്കാൻ റബ്ബ് ഭക്ഷണം നൽകി, അള്ളാഹു മേൽക്കൂരയേകി. റബ്ബ് സുബ്ഹാനഹു വതആല ഇഫ്ഫത്ത് സംരക്ഷിക്കാൻ, തൻ്റെ വികാരം സംരക്ഷിച്ചു നിർത്താൻ, തൻ്റെ ലൈംഗിക വിശുദ്ധി സംരക്ഷിച്ചു നിർത്താൻ കുടുംബത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയുണ്ടായി. അതാണ് ദുആഇന്റെ ഫലം. അതാണ് അള്ളാഹു സംരക്ഷിച്ചു. പറഞ്ഞു വന്ന മൂസ അലൈഹിസ്സലാമിന്റെ ആ ദുആ നോക്കൂ നിങ്ങൾ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ, നീ എനിക്ക് ഇറക്കി തരുന്ന ഏത് ഖൈറിനും ഫഖീർ, ആവശ്യക്കാരനാണ് ഞാൻ. അള്ളാഹുലേക്കുള്ള തൻ്റെ ആവശ്യവും ഇല്ലായ്മയും എടുത്തു പറഞ്ഞ് മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തു. കാരണം റബ്ബ് ഗനിയാണ്. അതുപോലെ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലെയുള്ള മുൻഗാമികൾ പറഞ്ഞത് കാണാം, മൻ അറഫൽ ഖൽഖ ഇസ്തറാഹ്, മൻ അറഫൽ ഖൽഖ ഇസ്തറാഹ്. സൃഷ്ടികളെ കുറിച്ച്, ഖൽഖിനെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ സറാഹ്, അവർ റാഹത്തിലായി, ആശ്വാസത്തിലായി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിനക്ക് ഒരു ഉപകാരവും അവരുടെ കയ്യിലില്ല, ഒരു ഉപദ്രവവും ആളുകളുടെ കയ്യിലില്ല എന്ന അവരുടെ സ്ഥിതി, അതാണ് സത്യം, ജനങ്ങളുടെ യാഥാർത്ഥ്യം അതാണ്. അത് നീ ശരിക്കും മനസ്സിലാക്കിയാൽ സറാഹ്, അങ്ങനെ മനസ്സിലാക്കിയവൻ റാഹത്തിനായിരിക്കും അവൻ്റെ ജീവിതം എന്നാണ്. കാരണം ആളുകളിൽ അവൻ അവൻ്റെ ഹൃദയം അവലംബിക്കുകയില്ല, മറിച്ച് അവൻ്റെ ഹൃദയം അള്ളാഹുവിൽ, ഗനിയായ റബ്ബിൽ എപ്പോഴും അവലംബിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിന അൻ കഫറത്തിൽ അറദ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. സമ്പന്നത എന്നത്, ഐശ്വര്യം എന്നത്, ധന്യത എന്നത് വിഭവങ്ങൾ കുറെ കയ്യിലുണ്ടാവുക എന്നതല്ല. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. നീ റബ്ബിന്റെ ഗിന മനസ്സിലാക്കിയാൽ പടപ്പുകളിലേക്ക് പിന്നെ നീ ആവശ്യവുമായി തിരിയുകയില്ല, നിനക്ക് റബ്ബ് മതിയാകും. അങ്ങനെ മതിയായാൽ അള്ളാഹു അങ്ങനെയുള്ളവരുടെ മനസ്സിന് വിശാലത നൽകും. അവൻ്റെ കയ്യിൽ അവൻ്റെ ശമ്പളവും അവൻ്റെ സമ്പാദ്യവും ഒക്കെ വളരെ കുറവാണെങ്കിലും, ചിലപ്പോൾ ഒന്നും കയ്യിലില്ലെങ്കിലും, അവൻ ഹൃദയം തുറന്ന് അവന് ചിരിക്കാൻ സാധിക്കും, സന്തോഷത്തോടെ ജീവിക്കാൻ അവന് സാധിക്കും. അള്ളാഹു മനസ്സിന് ഐശ്വര്യം നൽകിയ. അതേസമയം ഈ ഗിന അള്ളാഹു നൽകിയില്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ എത്ര പണമുണ്ടായാലും, എത്ര സമ്പത്ത് അവനുണ്ടായാലും കാര്യമില്ല, അവൻ പ്രയാസത്തിലായിരിക്കും.
ഉദ്ദേശിക്കുന്നത് എന്ത് ദുനിയാവിൽ ഏത് വരുത്തിച്ച് ഇപ്പൊ കഴിക്കണോ, എന്ത് സൗകര്യം വാങ്ങി അനുഭവിക്കണോ അപ്പോൾ വിചാരിച്ചാൽ സാധിക്കുന്ന രൂപത്തിൽ പണം ഒരുവന്റെ കയ്യിലുണ്ടാകും. എന്നാലും കാണാം അവൻ പ്രയാസത്തിലാണ്, വേവലാതിയിലാണ്, ബേജാറിലാണ്. കാരണം മനസ്സിൽ അള്ളാഹു ഗിന നൽകിയില്ലെങ്കിൽ അങ്ങനെയാണ്. അതുപോലെ നോക്കൂ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സൃഷ്ടികളിൽ ഹൃദയം അവലംബിച്ചാൽ ആ സൃഷ്ടികളുടെ അടിമയായിത്തീരും നമ്മളെന്നാണ്. ഒരു നിലക്കുള്ള തഅബ്ബുദ്, ഒരടിമത്വം അവയോടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദുദ് ദീനാർ, തഈസ അബ്ദുദ് ദിർഹം, തഈസ അബ്ദുൽ ഖമീസ, തഈസ അബ്ദുൽ ഖമീല, തഈസ വൻതകസ് വഇദാ ശീക ഫലൻതഖശ്. തഈസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമ തുലയട്ടെ, ദിർഹമിന്റെ അടിമ തുലയട്ടെ. തഈസ അബ്ദുൽ ഖമീസ, തഈസ അബ്ദുൽ ഖമീല. ഖമീസ, ഖമീല എന്നാൽ ഒരു 2 തരം വസ്ത്രങ്ങളാണ്. അതിൻ്റെ അടിമ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിമത്തം മനുഷ്യനെ പല നിലക്ക് ബാധിച്ചേക്കും. അഥവാ ഒരുവന്റെ സന്തോഷം മുഴുവൻ സമ്പത്തിനെ അവലംബിച്ചിരിക്കും. അത് കിട്ടിയാൽ വളരെ സന്തോഷമാണ്, അത് കിട്ടിയില്ലേ ആകെ പ്രയാസത്തിലാണ്. അതുപോലെ വസ്ത്രങ്ങളിൽ, ഇതുപോലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഒരുവന്റെ സന്തോഷം, അത് മാത്രമാണ് അവന്റെ പ്രശ്നം. ഈ രൂപത്തിലാവുക പാടില്ല. മറിച്ച് ദുനിയാവിനെ കാണേണ്ടത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ആഖിറത്തിലേക്ക് നിനക്ക് സഞ്ചരിക്കാനുള്ളൊരു കഴുതയെ പോലെ. അതുപോലെ നീ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പോലെ, അത് കേടുവന്നാൽ ആൾ നന്നാക്കും, ടോയ്ലറ്റിൽ ആൾ ഉണ്ടാക്കും, കാരണം അത് ആവശ്യമാണ്. കേടുവന്നാൽ നന്നാക്കും, കാരണം അത് ആവശ്യമാണ്. അതുപോലെ നീ ദുനിയാവിനെ കാണുക ആഖിറത്തിലേക്കുള്ള നിനക്കുള്ള സഹായി ആയിക്കൊണ്ട്. ശരിയാണ്, മനുഷ്യന്റെ പ്രകൃതിയാണ്, അവന്റെ പ്രകൃതത്തിലുള്ളതാണ്. അവന് സമ്പത്തിനോട് ഇഷ്ടമുണ്ടാകും, വാഹനത്തോട് ഇഷ്ടമുണ്ടാകും, വീട്ടിനോട് ഇഷ്ടമുണ്ടാകും, ഇണകളോടുള്ള ഇഷ്ടമുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. പക്ഷെ അത് അതിൻ്റെ പരിധി വിട്ട് പോവുക എന്നത് പാടില്ലാത്തതാണ്. അതിൻ്റെ അടിമയായി തീരാ. പ്രവർത്തനങ്ങളൊക്കെ അതിനു വേണ്ടിയാവുക, അത് വളരെ തെറ്റാണ്. ഒരാൾ ദുനിയാവിന് വേണ്ടി മാത്രമാണ് ഒരുവന്റെ എല്ലാ അമലും. ഇപ്പോൾ ചില പഴയ കാലത്തെ മുനാഫിക്കുകളെ പോലെ അവൻ ഷഹാദത്ത് പറഞ്ഞത് തന്നെ ദുനിയാവിന് വേണ്ടിയാണ്, നിസ്കരിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്, ദുനിയാവ് കിട്ടാൻ, മുസ്ലിം ആയാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. അവന്റെ അവസ്ഥ എന്താണ്? അവൻ കാഫറാണ് എന്നാണ്. അവന്റെ ലക്ഷ്യം ദുനിയാവാണ്, അവൻ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ രൂപത്തിൽ നിന്റെ പ്രവർത്തനം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനം ദുനിയാവിന് വേണ്ടി ആവുക എന്നത് ദുനിയാവിൻ്റെ അടിമയാകലാണ്. അതുമായുള്ള ബന്ധം അത് അതിരുവിടുക എന്നത് പാടില്ലാത്തതാണ്. നസ്അലുല്ലാഹൽ ആഫിയ. ആളുകളുടെ കയ്യിൽ ഒന്നിൻ്റെയും ഉടമസ്ഥത പോകട്ടെ, അതിലൊരു പങ്ക് പോകട്ടെ, അതിൽ അള്ളാഹു അവരെ ഒരു സഹായിയാക്കുകയോ ഒരു ശുപാർശകരാക്കുകയോ ജനങ്ങൾ ഉദ്ദേശിക്കുന്ന ശുപാർശകരാക്കുക പോലുമോ ചെയ്തിട്ടില്ല. ഷിർക്കിൻ്റെ അടിവേര് തകർക്കുന്ന, അതിൻ്റെ നരമ്പ് മുറിച്ചു കളയുന്ന ആയത്ത് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ആയത്തുകളാണ് സൂറത്തു സബയിലെ ഈ പറയുന്ന ആയത്തുകൾ. ഖുൽ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ വമാ ലഹു മിൻഹു മിൻ ദഹീർ വലാ തൻഫഉ അശ്ശഫാഅതു ഇൻദഹു. ഈ 2 ആയത്തുകൾ അല്ലാഹു പറയാണ്, ഖുൽ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ലാ യംലികൂന മിസ്ഖാല ദർറ, ഒരു അണുമണി തൂക്കം പോലും, ഒരു ഉറുമ്പിന്റെ തൂക്കം അല്ലെങ്കിൽ അതിൻ്റെ കാലിൻ്റെ തൂക്കം പോലും ഒരാളുടെ കയ്യിലും മിൽക്കില്ല, ഉടമസ്ഥതയിലില്ല. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, അവർക്ക് അതിലൊരു പങ്ക് പോലുമില്ല. പോകട്ടെ, മുഴുവൻ ഉടമസ്ഥത വേണ്ട, ഒരു ഷെയറെങ്കിലും ഇല്ല. വമാ ലഹു മിൻഹു മിൻ ദഹീർ, അതുമില്ല. അള്ളാഹു അവരിൽ നിന്ന് ഒരു സഹായിയെ സ്വീകരിക്കുക, പങ്കൊന്നും കൊടുത്തിട്ടില്ല. അള്ളാഹു അവരിൽ നിന്നൊരു സഹായിയെ സ്വീകരിക്കുക, അതും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. പിന്നെ ആകെ ബാക്കിയുള്ളത് എന്താണ്? ഷഫാഅത്ത്, അള്ളാഹുവിനോടൊന്ന് പറയുക എന്നതാണ്. വലാ യംലികു
അള്ളാഹു പറയുകയാണ്, അതിനുശേഷം ഒരാളും ഷഫാഅത്ത് ചെയ്യുകയില്ല, അള്ളാഹുവിങ്കൽ ഷഫാഅത്ത് ചെയ്യുകയില്ല, അവൻ അനുവാദം നൽകിയവരൊഴികെ. നോക്കൂ, ഷഫാഅത്ത് യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, ഷഫാഅത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്, ശുപാർശ മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് പടപ്പുകൾ ദുനിയാവിൽ ഷഫാഅത്ത് ചെയ്യുക പൊതുവെ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഷഫാഅത്തു വിജാഹ, മറ്റൊന്ന് ഷഫാഅത്തു മഹബ്ബ. ഷഫാഅത്തു മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ സ്നേഹത്തിൻ്റെ പേരിൽ, ഇപ്പോൾ മകൻ ഉപ്പയോട് ശുപാർശ പറയും, ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല, ഉപ്പാക്ക് ആ കാര്യം ചെയ്യാൻ നേരത്തെ ഉദ്ദേശം ഉണ്ടാവില്ല, പക്ഷെ മകൻ സ്നേഹത്തിൻ്റെ പേരിൽ മകൻ പറഞ്ഞു, അതുകൊണ്ട് ശുപാർശ. ഒരാളുടെ മകനെ നമുക്ക് പരിചയമുണ്ട്, ഉപ്പാൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം നേടാറുണ്ട്, ഇപ്പം മോനോട് പറഞ്ഞിട്ടൊന്ന് ഉപ്പാനോട് ശരിയാക്കി തരാൻ പറയാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയുക. മഹബത്തിൻ്റെ പേരിലുള്ള ഷഫാഅത്ത് എന്ന് പറയും, ദുനിയാവിൽ നടക്കുന്ന ഒരു ഷഫാഅത്താണ്. അള്ളാഹു എങ്കിൽ ഈ ഷഫാഅത്ത് നടക്കുമോ? ഒരിക്കലുമില്ല. അള്ളാഹു അതിനേക്കാൾ എത്രയോ മഹത്വമുള്ളവരാണ്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം, അള്ളാഹു തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു കാര്യം റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒരാൾ പറഞ്ഞ് വാങ്ങിത്തരിക? ഒരിക്കലുമില്ല. രണ്ടാമത്തെ ഷഫാഅത്ത് എന്താണ്? വിജാഹത്തിൻ്റെ പേരിലുള്ള ഷഫാഅത്താണ്. ജാഹ് എന്ന് പറയുമല്ലോ, സ്ഥാനത്തിൻ്റെ പേരിൽ ഷഫാഅത്ത് പറയുക. മന്ത്രിയുടെ അരികിൽ MLA വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അരികിൽ വേറൊരു പാർട്ടിയുടെ നേതാവ് വന്ന് പറയുകയാണ്. അപ്പം അയാൾ പറഞ്ഞതല്ല, ഇയാളെങ്ങാനും നാളെ പിന്തുണ പിൻവലിച്ച് മന്ത്രിസഭ പോവുമോ എന്ന് വിചാരിച്ചിട്ട് അയാളുടെ കാര്യം ശരിയാക്കി കൊടുക്കുക. അല്ലെങ്കിൽ രാജാവിൻ്റെ അരികിൽ ആ നാട്ടിലെ സൈനിക മേധാവി വന്നിട്ടൊരു കാര്യം പറയാം, അപ്പം ആ സ്ഥാനത്തിൻ്റെ പേരിൽ അത് പരിഗണിച്ച് അയാൾ നേരത്തെ അത് ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്കത് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു, അയാൾ പറഞ്ഞു എന്ന പേരിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. ഈ ഷഫാഅത്ത് അള്ളാഹുവിൽ നടക്കുമോ? ഒരിക്കലുമില്ല. അള്ളാഹു അതിനേക്കാളെല്ലാം എത്രയോ ഉന്നതനാണ്. മറിച്ച് അള്ളാഹുവിങ്കിൽ ഉള്ള ഷഫാഅത്ത് എന്താണ്? അതിനുള്ള വലിയ ഓഹരി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിനുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഷഫാഅത്ത് ചെയ്യുക. ആ ഷഫാഅത്തിന്റെ പോലും സ്ഥിതി എന്താണ്? അള്ളാഹുവാണ് ഷഫാഅത്ത് ചെയ്യാൻ കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ഇശ്ഫഅ, ഓ നബിയെ താങ്കൾ ശുപാർശ പറയുക, തുശഫഅ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. ഷഫാഅത്തിന് കൽപ്പന കൊടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഷഫാഅത്ത് ചെയ്യാനുള്ള മനസ്സ് തോന്നിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് ആ ഷഫാഅത്ത് സ്വീകരിക്കുന്നത് അള്ളാഹുവാണ്. തഫദ്ദുലൻ, അവന്റെ ഔദാര്യം കൊണ്ട് അവൻ സ്വീകരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു നേരത്തെ ആർക്കാണോ ശുപാർശ കൊണ്ട് ഉപകാരം കിട്ടുക അവന് റഹ്മത്ത് കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അവനോട് കനിയാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഷഫാഅത്ത് ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഈ ഷഫാഅത്ത് അള്ളാഹു നിശ്ചയിക്കുന്നത്? ശുപാർശ ആരുടേതാണോ അള്ളാഹു സ്വീകരിക്കുന്നത്, ആർക്കാണോ ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവാദം നൽകുന്നത്, അവർക്ക് പരലോകത്തൊരു സ്ഥാനം നൽകുകയാണ് അള്ളാഹു. അതിലൂടെ അവർക്ക് ആദരവ് നൽകുകയാണ്. അതല്ലാതെ അള്ളാഹു തീരുമാനിക്കാത്തൊരു കാര്യം അള്ളാഹുവിനെ കൊണ്ട് തീരുമാനിപ്പിക്കുകയല്ല. അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം നടത്തിക്കാൻ അള്ളാഹുവിനോട് ദുനിയാവിലെ ശുപാർശ പോലെ ഒരാളും പറയുന്നതല്ല. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു എന്ത് പറഞ്ഞത്? ഖുൽ, പറയുക, ലില്ലാഹി ശഫാഅത്തു ജമീഅ, ഷഫാഅത്തിന്റെ മുഴുവൻ ഉടമസ്ഥതയും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനാണ്. അവനാണ് മുഴുവൻ ഷഫാഅത്തിൻ്റെയും ഉടമസ്ഥൻ. നോക്കൂ നിങ്ങൾ, ഇതൊരു മുസ്ലിം പഠിച്ചാൽ, മുഅ്മിനിന്റെ ഹൃദയം അവലംബിക്കുക ശുപാർശ പറയുന്ന ആളുകളിലാണോ അതല്ല അള്ളാഹുവിലാണോ? അള്ളാഹുവിനാണ് അവലംബിക്കുക, റബ്ബിലേക്കാണ് അവലംബം, അവനോടാണ് ചോദിക്കുക. അതല്ലാതെ ഷഫാഅത്ത് ഹബലനാന്ന് പടപ്പുകളോട് തേടൂല, ഷഫാഅത്ത് തരണേ എന്ന് സൃഷ്ടികളോട് തേടുകയില്ല. ഷഫാഅത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ചിലർക്ക് ശുപാർശ നൽകാൻ അനുവാദം നൽകുന്നു. അള്ളാഹു തൃപ്തിപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ശുപാർശ പ്രയോജനപ്പെടുക, മുവഹിദുകൾക്ക് മാത്രം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക്. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അൽ ഗനി എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങളാണ്. റബ്ബിനെ ഈ ഗിന മനസ്സിലാക്കിയ ഒരുവൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ്റെ ഹൃദയം അവൻ കെട്ടിയിടുകയില്ല, മറിച്ച് അള്ളാഹുവിലാണ് അവൻ പരിപൂർണമായി അവലംബിക്കുക. സൃഷ്ടികൾ ഒരു ചുക്കും നിനക്ക് ഉപകാരം ചെയ്തു തരാനോ ഉപദ്രവം ചെയ്തു തരാനോ യഥാർത്ഥത്തിൽ അതൊന്നും അവരുടെ കയ്യിലല്ല, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അവരുടെ ഉപകാരോപദ്രവങ്ങൾ പോലും അവരുടെ കയ്യിലല്ല, പിന്നെ എങ്ങനെയാണ് അവർ നിനക്ക് അത് ചെയ്തു തരിക? അതുകൊണ്ട് മുവഹിദുകൾ പരിപൂർണമായി അവരുടെ ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുന്നവരാണ്. അള്ളാഹു ആ രൂപത്തിലുള്ള തൗഹീദിൻ്റെ മാറ്റുകൂടിയ തൗഹീദും ഈമാനും
റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകുമാറാകട്ടെ. ആ തൗഹീദിലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.